ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാർഡ്ബോർഡ് പെട്ടിയിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരുപാട് പുൽക്കൂടൊക്കെ നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടൊന്നും നമുക്കൊരു ക്രിസ്മസ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മളായിട്ട് തന്നെ ഒരു ഐഡിയ ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു ഗുമ്മുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ പുൽക്കൂട് ഉണ്ടാക്കാൻ മെയിനായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഈ ബേസ് ബോർഡില്ലേ, ഈ കാർഡ്ബോർഡ് പെട്ടി. അപ്പോൾ അതൊരു മീഡിയം സൈസ് വേണം. പിന്നെ ഈ പെയിൻറ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ അതൊരു 3 പാക്കറ്റൊക്കെ മതിയാവും. അപ്പോൾ അങ്ങനെ ഈ വേസ്റ്റ് ബോർഡ് പെട്ടിയിൽ ഈ ജനാലയും വാതിലും ഒക്കെ നമ്മളിങ്ങനെ ഈ പെൻ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണം. അറഞ്ചം പറഞ്ഞൊന്നുമല്ല, നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഈ ജനാലയും വാതിലും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കുക എന്നതാണ് അടുത്ത പരിപാടി. അതിനായിട്ട് നമ്മളൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബക്കറ്റോ ചരുവോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ശേഷം നമ്മൾ ഒരു പാക്കറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ട് അതിൽ ഈ കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ദോശമാവ് കലക്കുന്ന പോലെ കലക്കി ആ ഒരു തിക്നെസ് മതിയാവും, ദോശമാവിൻ്റെയൊക്കെ ഒരു തിക്നെസ്. അതിൽ ഈ കട്ടി കുറഞ്ഞ ഫാബ്രിക്കില്ലേ, അപ്പോൾ അത് മുക്കി നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബേസായിട്ട് ചെയ്തില്ലേ ഒരു വാതിലും ജനാലും ഒക്കെ വെട്ടിയ ആ ഒരു ഭാഗത്തോട്ട് നമ്മളിതങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഫുൾ കവർ ചെയ്യണം. അതിന് ശേഷം ഈ മേൽക്കൂരയിലോട്ട് നമ്മൾ ആ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങ് ഉണങ്ങി സെറ്റാവും. അപ്പോൾ അതിന് ശേഷം വേണം ഈ പെയിൻ്റ് ഇല്ലേ, പെയിൻ്റ് എന്ന് വെച്ചാൽ ഈ സാമ്പിൾ പെയിൻറ്റ്, ഈ പെയിൻറ്റ് ഷോപ്പിൽ നിന്നൊക്കെ ഈ സാമ്പിൾ പെയിൻറ്റ് കിട്ടും, ഈനാമൽ പെയിൻറ്റ്. അപ്പോൾ അത് മേടിച്ചാൽ മതിയാവും, വലിയ റേറ്റൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ യെല്ലോ ഗ്രീൻ ബ്രൗൺ ഈ 3 കളർ മതി. ഇത് തന്നെ മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുൽക്കൂട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ വെക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ സ്വരൂപമില്ലേ, അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തുറന്നു നോക്കിയപ്പോൾ യൗസേപിതാവിൻ്റെ തലയും ഇല്ല, ആട്ടിടയന്മാരെ പകുതിയില്ല, അങ്ങനെ കയ്യും തലയും ഇല്ലാത്ത പരുവത്തിലായിരുന്നു. പിന്നെ നമ്മൾ ഈ പോസ്റ്റർ കളർ അടിച്ച് സെറ്റാക്കി പശയൊക്കെ വെച്ച് ഒട്ടിച്ച് അങ്ങനെ റെഡിയാക്കി സംഭവം കളറാക്കി. അപ്പോൾ എങ്ങനെയുണ്ട് ഈ പുൽക്കൂട്? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ചെയ്തെടുക്കാം, വലിയ പാടൊന്നുമില്ല.